ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് സോൾഫുൾ ആയൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തേടലാണ്. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് നിങ്ങളെ രാത്രി കാത്തു സൂക്ഷിക്കുന്ന അദൃശ്യ ശക്തി ആരാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് നോക്കാം ഇന്ന് നമുക്കിവിടെ എന്ത് സ്പ്രെഡാണ് കിട്ടിയിരിക്കുന്നതെന്ന്. നമുക്കിവിടെ ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട്, നൈറ്റ് ഓഫ് വൺസ്, ടു ഓഫ് സോട്ട്സ്, ക്യൂൺ ഓഫ് സോട്ട്സ്, ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ്, എയ്റ്റ് ഓഫ് വൺസ്, കിങ് ഓഫ് വൺസ്, ത്രീ ഓഫ് വൺസ്. ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ചില രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ജീവിതം സ്ലോ ആയിട്ട് പോകുന്നു, ഡിസിഷൻസ് എടുക്കാൻ വളരെയധികം പ്രയാസം തോന്നുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ രാത്രി സമയത്ത് നിങ്ങളെ കൂടുതലായിട്ട് അലട്ടുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു ശക്തി നിങ്ങളെ നയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഇവിടെ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ പൂർവികനാണെന്ന് കാണിക്കുന്നുണ്ട്. ഒരു മെയിൽ എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് വളരെയധികം സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് രാത്രിയിൽ പലതരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ എനർജി ആക്റ്റീവ് ആകുന്നു എന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ നിങ്ങളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരാതിരിക്കുവാനായിട്ട് നിങ്ങളുടെ തേടായി കാമാക്കുന്നുവെന്നും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്ത്രീ എനർജിയും കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏറെ അടുപ്പമുള്ള ഒരു മുൻകാല ബന്ധുവായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് രാത്രി വളരെയധികം ബലം നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയായിരിക്കാം. അത്തരത്തിലുള്ള ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഒരു ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു സോള് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളോടൊത്ത് നിങ്ങളെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന പെട്ടെന്നുള്ള ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ചില സ്വപ്ന സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കാവലായി നിൽക്കുന്നവരുടെ എനർജറ്റിക് കമ്മ്യൂണിക്കേഷൻ ആണെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ അവർ നിങ്ങളെ അപകടങ്ങളിൽ നിന്നും മാറ്റുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ നിങ്ങളെ മുൻപ് തേടി വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളെ അവർ മുൻകൂട്ടി അറിയിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് കണ്ടുപിടിക്കുകയും ചെയ്തു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും അവർ കാവലായി ഉണ്ടാകുമെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും ഒരുക്കിക്കൊണ്ട് നിങ്ങളോടൊത്ത് ഒരു അപകടങ്ങളിൽ പോലും നിങ്ങളെ വിടാതെ ഈ ഒരു അദൃശ്യ ശക്തി നിങ്ങളോടൊത്ത് എപ്പോഴും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കൊരു ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങളുടെ ആത്മാവിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ ശരീരത്തെ പോലും ആ ഒരു അദൃശ്യ ശക്തി സംരക്ഷിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊത്ത് രാത്രി ഒരു അദൃശ്യ ശക്തി ഉണ്ട്. അത് നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ പൂർവികരായിട്ടാണ് കൂടുതലായിട്ടുമുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്